അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ചിത്രം കാണുകയുണ്ടായി. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് തിരഞ്ഞെടുപ്പ് ആഘോഷങ്ങൾക്കിടെ പൊട്ടിച്ച പടക്കത്തിൻ്റെ ഉള്ളിൽ അറബി അക്ഷരങ്ങൾ എഴുതിയ പേപ്പറുകളാണ് ആ ഫോട്ടോ അനുസരിച്ച് കാണാൻ സാധിച്ചത്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനു മുമ്പും ഇത്തരം സമാനമായി ഖുർആൻ്റെ പേജുകൾ അത് എത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ മറ്റ് പഴയ വസ്തുക്കളൊക്കെ വിൽക്കപ്പെടുന്ന ഗോഡൗണുകളിൽ നിന്ന് കണ്ടെടുത്ത ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഒരു സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം ജോലി കഴിഞ്ഞ് ആക്രി സാധനങ്ങൾ എത്തുന്ന ഗോഡൗണുകൾ ലക്ഷ്യമാക്കി അദ്ദേഹം പോവുകയും അവിടെ നിന്നും അത്തരം അറബി കിതാബുകൾ, ഖുർആൻ്റെ പേജുകൾ ഇതെല്ലാം അദ്ദേഹം കൊണ്ടുവന്ന് അത് യഥാർത്ഥമായ രൂപത്തിൽ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം പങ്കുവച്ച വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഒരാശയം തോന്നിയത്. ഇത്തരം വീടുകളിൽ ഉപയോഗശൂന്യമായി ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ ഖുർആൻ്റെ പേജുകൾ, അതിൻ്റെ ബെയിറ്റിങ്ങൊക്കെ പൊടി പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്നവ നമ്മൾ ഒരു ക്യാമ്പയിനിലൂടെ സമാഹരിക്കുകയും അതിൽ ഉപയോഗിക്കാൻ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റിയ ഖുർആനുകൾ അതിൻ്റെ ബൈൻഡിങ് നന്നാക്കി പശ തേച്ച് ഒട്ടിച്ച് വീണ്ടും മദ്രസയിലെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യാമെന്നൊരാശയം. തീരെ ഉപയോഗിക്കാൻ പറ്റാത്തവ ശരീഅത്ത് നമ്മോട് കൽപ്പിക്കുന്ന രൂപത്തിൽ അതിൻ്റെ ഹുർമത്തുകൾ, അദബുകൾ പാലിച്ചുകൊണ്ട് തന്നെ സംസ്കരിക്കാനുള്ള മാർഗമുണ്ട്. അതിനിടക്കാണ് ഇങ്ങനെ ഒരു ചിത്രം കണ്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ മുസ്ഹഫുകൾ അത് ഭദ്രമായി സൂക്ഷിക്കുകയും വളരെ പഴക്കം ചെന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം വളരെ അധികം കേടുപാടുകൾ സംഭവിച്ച മുസ്ഹഫുകൾ അത് ശറഅ് പറഞ്ഞ രൂപത്തിൽ സംസ്കരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രാധാന്യം ബോധ്യപ്പെടുത്തണമെന്ന് തോന്നിയത്. ഇസ്ലാം ഖുർആന് ഏറ്റവും കൂടുതൽ മഹത്വം കൽപ്പിക്കാൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ധിക്കാരപരമായി അതിൽ പേജുകൾ കീറുകയോ അതല്ലെങ്കിൽ കത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന രിദ്ദത്ത്, മുർത്തദാവാൻ കാരണമാകുന്ന ഏറ്റവും നിഷിദ്ധമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരാളുടെ സമീപനം, അയാളുടെ കരുത്ത്, അയാളുടെ ഉദ്ദേശ്യമൊക്കെ പരിഗണിച്ചുകൊണ്ടാണത്. നേരെ മറിച്ച് ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്ന മുസ്ഹഫിൻ്റെ പേജുകളാവട്ടെ, കീറിയ പഴയ മുസ്ഹഫുകളാവട്ടെ, അതൊക്കെ നമ്മൾ ശുദ്ധമായ സ്ഥലത്ത് വെച്ച് സംസ്കരിക്കേണ്ട രീതി ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നായി നമുക്ക് കത്തിച്ച് വെണ്ണീരാക്കി ആ വെണ്ണീര് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ അത് വെള്ളത്തിൽ ഒഴുക്കുന്ന രീതിയാണ് ഒന്ന്. അതല്ലെങ്കിൽ മറ്റൊരു രീതി ഇമാമുകൾ പറഞ്ഞത് അതൊരു കുഴിയെടുത്ത് അത് ആ കുഴിയുടെ അകത്തേക്ക് നമ്മൾ വെച്ച് അതിന് മുകളിൽ എന്തെങ്കിലും വസ്തുക്കൾ വെച്ച് മണ്ണിട്ട് മൂടുന്നൊരവസ്ഥയാണ്. ഈ രണ്ടവസ്ഥയിലും സംഭവിക്കുന്നത് ആ പേജുകൾ അത് മണ്ണോട് ചേർന്ന് സംസ്കരിക്കപ്പെടും എന്നുള്ളതാണ്. ഇവിടെയും വളരെ ശ്രദ്ധയോടുകൂടെ ആണ് നാം ചെയ്യേണ്ടത്. അതിന് സ്വന്തം എല്ലാവർക്കും സാധിക്കാത്ത പക്ഷം അതിന് വളരെ അതവോടുകൂടെയും സാവകാശമെടുത്തുകൊണ്ടും അതിന് പറ്റിയവരെ ഏൽപ്പിച്ചുകൊണ്ടും നമുക്ക് നമ്മൾ വീടുകളിൽ അലക്ഷ്യമായി കിടക്കുന്ന മുസ്ഹഫിൻ്റെ പേജുകളോ കീറിയ മുസ്ഹഫുകളോ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. പലപ്പോഴും നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന മുസ്ഹഫുകൾ അത് കീറാറുണ്ട്. അത് കീറി പേജുകൾ നഷ്ടപ്പെട്ട് പേജുകൾ അതിൽ നിന്നും അടർന്ന് പലപ്പോഴും അലക്ഷ്യമായി മറ്റു പത്രങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ മറ്റു മാഗസിനുകൾക്കിടയിൽ ഒക്കെ പെട്ടുകൊണ്ട് അത് നമ്മളറിയാതെ അത് ആക്രിക്കടയിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്.
അതൊരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഓരോ വിശ്വാസിക്കും നിർബന്ധമാണ്. വീടുകളിൽ ഉള്ള മുസാഫുകൾ തന്നെ അത് പവിത്രമായി നമ്മൾ പൊടി പിടിക്കാത്ത രൂപത്തിൽ അതിന് മുകളിൽ മറ്റു വസ്തുക്കൾ വെക്കുന്ന തരത്തിൽ താഴെയാവാതെ ഉയരമുള്ള സ്ഥലത്ത് മുസാഫുകൾ വെക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടാകുന്നത് വളരെ പ്രയോജനപ്രദമാണ്. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ആ മുസാഫുകൾ മദ്രസയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ നിന്നും കൊണ്ടുവരുന്നതും അത് ഹുർമത്ത് പാലിച്ചുകൊണ്ടാവാൻ അതിൽ ഒരു ശ്രദ്ധയുണ്ടാകൽ, അതിലൊരു അവബോധമുണ്ടാക്കൽ നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. അതിനു പകരം ഇത്തരം മുസാഫുകളെടുത്ത് നമ്മൾ കാശ് ചെലവഴിച്ച് ബൈൻഡ് ചെയ്ത് വൃത്തിയായി ചട്ട വെച്ച് മദ്രസയിൽ തന്നെ സൂക്ഷിക്കാൻ, ഖുർആൻ പഠന കേന്ദ്രങ്ങളിൽ തന്നെ അത് സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ കുട്ടികൾക്ക് വീട്ടിലെ മുസാഫ് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാനും മദ്രസകളിലെ മുസാഫ് അത് മദ്രസയിൽ വെച്ച് ഉപയോഗിച്ച് അത് അവരുടെ സൈക്കിളിൻ്റെ ബേക്കിലും അതുപോലെ തന്നെ താഴോട്ട് നമ്മുടെ അരക്ക് താഴെ ഭാഗത്തേക്ക് തൂക്കിയിടുന്ന രൂപത്തിലൊന്നും ആവാതെ ആവുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും. കുട്ടികൾ മുസാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതില്ല. മദ്രസയിൽ വരുമ്പോൾ അവിടെയുള്ള മുസാഫ് യൂസ് ചെയ്യുന്നു, വീട്ടിലെത്തിയാൽ വീട്ടിലുള്ള മുസാഫ് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ചെറിയ കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് മറ്റ് ബുക്കുകളെപ്പോലെ, മറ്റ് പുസ്തകങ്ങളെപ്പോലെ ഒരു പുസ്തകം എന്ന ഒരു മനോഭാവം ഒരിക്കലും ഉണ്ടാവുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിന് പഴയകാലത്ത് മുസാഫ് വേറെ തന്നെ ഒരു കവറിലും വേറെ തന്നെ ഒരു പട്ടിലും പൊതിഞ്ഞുകൊണ്ട്, വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് കൊടുത്തു വിടുന്ന സമ്പ്രദായം നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാക്കൾ കാണിച്ചിരുന്നു. അതവരുടെ ഏറ്റവും വലിയ സൂക്ഷ്മതയും അതവും ഈമാൻ്റെ ആ ഒരു മാധുര്യവുമാണ്. നമുക്കും ഖുർആനടക്കമുള്ള മുഅല്ലമായ ആദരിക്കപ്പെടേണ്ട വസ്തുക്കളെയൊക്കെ ആദരിക്കാനുള്ള ഒരു അറിവും അവബോധവും ഉണ്ടാവണം. അതിനുള്ള സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടത് വളരെ അനിവാര്യതയാണ് എന്നാണ് ഇത്തരം മേൽപ്പറഞ്ഞ സാഹചര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹ്, അല്ലാഹു ആദരിച്ച എല്ലാത്തിനെയും ആദരിക്കുക തഖ്വയുടെ ഭാഗമാണ്. അങ്ങനെ ആദരിച്ച് അല്ലാഹു പൊരുത്തമുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആൻ നാളെ പരലോകത്ത് സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.